പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 36 തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരമാണ് സംസാരിക്കുക: നശിപ്പിക്കപ്പെട്ട സ്ഥലങ്ങൾ പുനരുദ്ധരിച്ചതും ശൂന്യമായി കിടന്നിടത്തെല്ലാം വീണ്ടും കൃഷി ഇറക്കിയതും കർത്താവായ ഞാനാണെന്ന് നിങ്ങളുടെ ചുറ്റും അവശേഷിക്കുന്ന ജനതകൾ അറിയും. കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ അത് നടപ്പിലാക്കും. നമ്മുടെ പല മുൻധാരണകളെയും പൊളിച്ചെഴുതുവാനാണ് ദൈവത്തിനിഷ്ടം. ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് ഇനിയൊരു ഉയർച്ചയ്ക്ക് സാധ്യതയില്ല, ഈ ശൂന്യതയിൽ നിന്ന് ഒരു പുതുനാമ്പ് പൊട്ടിമുളയ്ക്കുക അസാധ്യം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ നമ്മളോട് പറയും, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ അതേ വാക്കുകൾ: നശിപ്പിക്കപ്പെട്ടത് പുനരുദ്ധരിക്കുവാനും ശൂന്യമായിടത്ത് വിളവ് കൊയ്യുവാനും എനിക്കറിയാം. പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്താണ് കർത്താവിന് പ്രവർത്തിക്കുവാനിഷ്ടം. എല്ലാം കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നിന്ന് ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഏതവസ്ഥയിലും പ്രത്യാശയോടുകൂടെ വിശ്വസിക്കുന്നവരിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകും. അബ്രഹാമിൻ്റെ വിശ്വാസം തന്നെയാണ് അതിന് മാതൃക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4 അധ്യായം 18 തിരുവചനത്തിൽ അബ്രഹാം എങ്ങനെ വിശ്വസിച്ചു എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടുകൂടെ അബ്രഹാം വിശ്വസിച്ചു. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ബുദ്ധി കൊണ്ട് ഫുൾ സ്റ്റോപ്പിട്ട പല കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല എന്ന് നമുക്ക് തോന്നുന്ന പല പ്രതിസന്ധികളും വിശ്വാസത്തോടുകൂടെ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്ക് കൈമാറാം. അവിടുന്ന് നമ്മളോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രതീക്ഷ അസ്തമിച്ച പല പ്രതിസന്ധികളിലും ഈശോ ഇടപെടുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, രോഗപീഠകളിൽ, സമാധാനമില്ലാത്ത അവസ്ഥകളിൽ, അനുരഞ്ജനം സാധ്യമാകാത്ത അവസ്ഥകളിൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും ദിവ്യകാരുണ്യ ഈശോയുടെ കരം പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.